ക്രിസ്തുദർശനം എന്ന പരിപാടിയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കാർഡിനൽ നിക്കോളാസ് വൈസ്മാൻ എഴുതിയ ഫാബിയോള എന്ന നോവലാണ്. ആയിരത്തി 1854 ഈ നോവൽ എഴുതപ്പെട്ടത്. ഇതിന് ഒരു പ്രത്യേക പ്രചോദനമുണ്ടായിരുന്നു ഈ നോവൽ എഴുതാൻ. 1853 ഹിപ്പേഷ്യ എന്ന ഒരു നോവൽ ഇംഗ്ലീഷ് ഭാഷയിലുണ്ടായി. അത് തികച്ചും ക്രൈസ്തവ വിരുദ്ധമായ ഒരു നോവലായിരുന്നു. AD ആദിമ ശതകങ്ങളിൽ ജീവിച്ചിരുന്ന ഹിപ്പേഷ്യ എന്ന ഒരു തത്വശാസ്ത്രജ്ഞയെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് രചിച്ച ആ നോവൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അതിലും പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനിടയാക്കി. ആ പ്രതിഷേധങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് കാർഡിനൽ നിക്കോളാസ് വൈസ്മാൻ ഫാബിയോള എന്ന ഈ നോവൽ എഴുതുന്നത്. ആദിമ ശതകങ്ങളിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സഹനവും വിശ്വാസദാർഢ്യവും അതിനുവേണ്ടി അവർ അനുഷ്ഠിച്ച ത്യാഗങ്ങളും രക്തസാക്ഷിത്വവും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു നോവലാണിത്. നമ്മളിന്നറിയുന്ന വിശുദ്ധന്മാരിൽ പലരും ഈ നോവലിലെ കഥാപാത്രങ്ങളാണ്. സെയിൻറ്റ് സെബാസ്റ്റ്യൻ, സെയിൻറ്റ് ആഗ്നസ്, പൻക്രേഷ്യസ്, അതുപോലെ സെയിൻറ്റ് കാഷ്യാനസ്, ഇങ്ങനെ പല വിശുദ്ധരും ഈ നോവലിലെ കഥാപാത്രങ്ങളാണ്. സെയിൻറ്റ് ഫാബിയോള എന്നൊരു വിശുദ്ധയുണ്ട്, പക്ഷെ അത് ഇതിലെ നായികയായ ഫാബിയോള അല്ല. നമ്മൾ ഈ ആദിമ ക്രൈസ്തവ ജീവിതം ചിത്രീകരിക്കുന്ന പല നോവലുകൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ബെൻഹർ, കോവാദിസ്, ദ റോബ്, ബിഗ് ഫിഷർമാൻ തുടങ്ങിയ നോവലുകൾ. ആ കൂട്ടത്തിൽപ്പെടുത്താവുന്ന വ്യാപകമായ ജനപ്രീതി നേടിയിട്ടുള്ള ഒരു നോവലാണ് ഫാബിയോള. ഇതിനു മുന്നോടിയായി മറ്റൊരു കർദിനാളായ കാർഡിനൽ ന്യൂമാൻ കാലിസ്റ്റ എന്നൊരു നോവലും എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഫാബിയോള എന്ന യുവതിയാണ് ഈ നോവലിലെ നായിക. അവൾ ഒരു റോമൻ പ്രഭുവിൻ്റെ മകളാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് വളർന്ന ഒരുവളാണ്. തത്വശാസ്ത്രത്തിലാണ് അവൾക്ക് പ്രത്യേകമായിട്ടുള്ള കമ്പം. അവൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയാണ് അവൾ വളർന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സ്വഭാവം വളരെ വഷളാണ്. നോവലിൻ്റെ ആരംഭത്തിൽ ചോദിക്കുന്നതെല്ലാം കിട്ടും, അതുകൊണ്ട് അവളെ നിയന്ത്രിക്കാൻ ആരുമില്ല. ധാരാളം അടിമകളുണ്ട്. എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായി അടിമകൾ കാത്തു നിൽക്കുമ്പോൾ ഒരു യുവതിക്ക് സംഭവിക്കാവുന്ന ആ ഒരു ഭ്രംശം അവൾക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നോവലിൻ്റെ ആരംഭത്തിൽ തന്നെ അങ്ങനെ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇവൾക്ക് മുഖസ്തുതി വളരെ ഇഷ്ടമാണ്. അപ്പോൾ തൻ്റെ അടിമകളെ കൊണ്ട് അവൾ മുഖസ്തുതി പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അടിമകൾ ഇവളുടെ സൗന്ദര്യത്തെപ്പറ്റിയും വാഗ്വിലാസത്തെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ മുഖസ്തുതി പറയുകയാണ്. പക്ഷേ അക്കൂട്ടത്തിൽ ഒരടിമ, സൈറ എന്നു പേരുള്ള ഒരടിമ അവൾ മുഖസ്തുതി പറയാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഇത് ഫാബിയോളയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. നീ എന്താണ് എന്നെ പ്രശംസിക്കാത്തത്? അപ്പോൾ സൈറ പറഞ്ഞു, നിസ്സാരയായ ഞാൻ അങ്ങയെപ്പോലെയുള്ള ഒരു മഹതിയായ വനിതയെപ്പറ്റി എന്ത് പ്രശംസിക്കാനാണ്? അപ്പോൾ ഫാബിയോള പറഞ്ഞു, അങ്ങനെയല്ല, നീ എൻ്റെ സ്വന്തമാണ്, നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. അപ്പോൾ സൈറ പറഞ്ഞു, എന്നെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് ശരിയാണ്, പക്ഷേ എൻ്റെ ആത്മാവിനെ വിലയ്ക്ക് വാങ്ങാൻ അവിടത്തേക്കാവുകയില്ല, അതാർക്കും വാങ്ങാനാവുകയില്ല. അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റിയായി തർക്കം. തത്വശാസ്ത്രം പഠിച്ചവളെന്ന് അഭിമാനിക്കുന്ന ഫാബിയോള സൈറയുടെ യുക്തിസഹമായ മറുപടികൾക്ക് മുമ്പിൽ ഹസ്തപ്രജ്ഞയായിപ്പോയി. അവൾക്ക് ദേഷ്യം വന്നു. കാരണം ഒരു അടിമ തന്നോട് തർക്കിക്കുക, അതും തന്നെ ഉത്തരം മുട്ടിക്കുക. പെട്ടെന്ന് അവൾ ഒരു സ്റ്റൈലസ് എന്ന് പേരായ ഒരു ഉപകരണം, നമ്മുടെ നാരായം പോലെ ഒരു കഠാര, അത് അവൾ ഉപയോഗിക്കുന്നത് വേലക്കാരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ അടിമകളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അവൾ അതുമായിട്ട് ചാടി ഈ സൈറയ്ക്കിട്ട് ഒരു കുത്തു വെച്ചു കൊടുത്തു. പക്ഷെ അത് വിചാരിച്ചതിലും കൂടുതൽ മുറിവുണ്ടായി. പെട്ടെന്ന് തന്നെ തൻ്റെ മുൻകോപത്തിൽ, ഈ ഫാബിയോള വലിയ മുൻകോപക്കാരിയാണ്, മുൻകോപത്തിൽ അവൾക്കൊരു ദുഃഖം തോന്നി. പെട്ടെന്ന് തന്നെ അവൾ മനസ്സ് നിയന്ത്രിച്ച് സൈറയോട് പോയി ഈ മുറിവ് മരുന്ന് വെക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല
പെട്ടെന്ന് ഉണ്ടായ ഈ കോപത്തിന് ഫലമായി ഉണ്ടായ മുറിവിന് പ്രതിഫലമായി അവളൊരു വില പിടിച്ചുള്ള ഒരു സ്വർണ്ണ മോതിരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. സൈറ അവിടെ ഒന്ന് പോയി, അവളുടെ ഒരു നേഴ്സുണ്ട് കൊട്ടാരത്തിലെ നേഴ്സ് അവളെ പരിചരിച്ചു. അപ്പോൾ ഈ മുറിവ് വെച്ച് കെട്ടാനായിട്ട് ഒരു തുണി വേണം. അതിനുവേണ്ടി പെട്ടെന്ന് സൈറയുടെ പെട്ടിയിൽ തപ്പിയപ്പോൾ കിട്ടിയത് വളരെ വിലപിടിപ്പുള്ള ഒരു ഉറുമാലാണ്, ഒരു തുവാല, മുത്തുകളും മറ്റുമൊക്കെ പതിച്ച. തൽക്കാലം ഈ കെട്ടിവെച്ച മുറിവ് മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് മൂടുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ഫാബിയോളയ്ക്ക് ചെറിയൊരു മനപ്രയാസം ഉണ്ടായി. മാത്രമല്ല അവളുടെ കസിൻ ആഗ്നസ് ഈ നോവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. രക്തസാക്ഷിയായി തീരുന്ന ആഗ്നസ് പിന്നീട് സെയിൻറ്റ് ആഗ്നസ് ആണെന്ന് നമ്മൾ അറിയും. വളരെ ചെറുപ്പത്തിൽ രക്തസാക്ഷിയായ 13 വയസ്സുള്ളപ്പോൾ രക്തസാക്ഷിയായ ഒരു കഥാപാത്രമാണ് ഈ ആഗ്നസ്. ഫാബിയോളയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കസിനാണ്. ആഗ്നസ് വന്നു. ആഗ്നസ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടു. അവൾക്ക് ഫാബിയോളയുടെ സ്നേഹമുണ്ട്, പക്ഷേ അവളുടെ മുൻകോപത്തിൽ ആഗ്നസിന് അതൃപ്തിയുണ്ട്. ഈ ആഗ്നസിനെ പറ്റി മറ്റൊരു സംഗതി കൂടിയുണ്ട്. അവൾ രഹസ്യമായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച ആളാണ്. ഈ നോവലിലെ പല കഥാപാത്രങ്ങളും അങ്ങനെ വളരെ രഹസ്യമായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു. അത് പരസ്യമാക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അന്നത്തെ റോമൻ സമൂഹത്തിൽ ക്രിസ്ത്യാനികൾ വളരെ വെറുക്കപ്പെട്ടവരാണ്. പല കിംവദന്തികളും അടിസ്ഥാനരഹിതമായിട്ടുള്ള പല ആരോപണങ്ങളും ക്രിസ്ത്യാനികൾക്കെതിരെ പ്രചരിച്ചിരുന്നു. പ്രധാനമായിട്ടും അവർ ഈ ശവകുടീരങ്ങളിലും മറ്റും കൂടുകയും, അക്കാലത്ത് ക്രിസ്ത്യാനികൾ ശവകുടീരങ്ങളിലും മറ്റുമൊക്കെയാണ് ഒത്തുകൂടിയിരുന്നത്. അന്നത്തെ ശവകുടീരങ്ങൾ ഭൂമിക്കടിയിലാണ്, കാറ്റാക്കോംസ് എന്ന് പറയുന്ന ഈ ഭൂഗർഭ അറകളിലാണ് അന്ന് ശവം അടക്കിയിരുന്നത്. ഈ മർദ്ദനം ഭയന്ന് ക്രിസ്ത്യാനികൾ ഇത്തരം ശവകുടീരങ്ങളിലാണ് ഒത്തുകൂടിയിരുന്നത്. അപ്പോൾ പുറമേയുള്ളവർക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികളെ പറ്റി ഒരുപാട് കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവർ ശവം തിന്നുന്നവരാണെന്ന്. എന്നും രാവിലെ അവർ ഒരു കുട്ടിയെ കൊന്ന് അതിൻ്റെ ശവം പങ്കുവെക്കും എന്നൊക്കെയാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് അങ്ങേയറ്റം വെറുക്കപ്പെട്ട ഒരു സമൂഹമാണ് എന്നാണ് ഈ ക്രിസ്ത്യാനികളെ പറ്റി മറ്റുള്ളവർ, പ്രത്യേകിച്ച് റോമൻ പൗരന്മാർ ധരിച്ചിരിക്കുന്നത്. ഫാബിയോളയും അങ്ങനെ ധരിച്ചിരിക്കുന്നത് ഒരാളാണ്. അപ്പോൾ ഈ ഫാബിയോളയും ആഗ്നസും തമ്മിൽ സംസാരിച്ചു. ആഗ്നസിൻ്റെ സംഭാഷണം മുഖേന ഫാബിയോളയ്ക്ക് താൻ സൈറയോട് ചെയ്ത ദ്രോഹത്തിൽ പശ്ചാത്തലം ധാരാളം അറിവുണ്ട് എന്ന് അഭിമാനിക്കുന്ന താൻ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തിയതിൽ അവൾക്ക് ദുഃഖം തോന്നി. വാസ്തവത്തിൽ ഫാബിയോളയ്ക്ക് ഉണ്ടായ മനപരിവർത്തനമാണ് ക്രമേണ. അങ്ങേയറ്റം തൻ്റെടിയും ധിക്കാരിയുമായിട്ടുള്ള ഒരു പെൺകുട്ടി, ക്രിസ്ത്യാനികളോട് പരമപുച്ഛം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് സൈറ എന്ന ഈ പെൺകുട്ടിയുടെ സഹനം കണ്ടിട്ട് ഉണ്ടാകുന്ന മനപരിവർത്തനമാണ് ഈ നോവലിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ധാര എന്ന് പറയുന്നത്. ഫാബിയോളയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ആഗ്നസ് സൈറയുടെ അടുത്തെത്തി. ഈ സൈറ വളരെ പ്രത്യേകതകളുള്ള ഒരു കഥാപാത്രമാണ്. അവൾ എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അടിമകളുടെ ഉത്ഭവത്തെപ്പറ്റി പലർക്കും അറിഞ്ഞുകൂടാ. അവളൊരു അടിമ. പക്ഷേ ഈ നോവലിൻ്റെ അവസാനം മനസ്സിലാകും. അവൾക്ക് വളരെ വിചിത്രമായൊരു കഥയുണ്ട്. ഈ നോവലിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമുള്ള ഒരു കഥാപാത്രമാണ് സൈറ. അവളുടെ പേര് സൈറ എന്നല്ല, ശരിക്കുള്ള പേര് മിറിയം എന്നാണ്. അപ്പോൾ സൈറയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ആഗ്നസിന് സങ്കടമായി. ആഗ്നസ് പറഞ്ഞു, നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങാം. അടിമകളെ അങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റുമല്ലോ. ഫാബിയോളയുടെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങാം, എന്നിട്ട് നിന്നെ ഞാൻ മോചിപ്പിക്കാം. സാധാരണഗതിയിൽ അക്കാലത്തെ അടിമകളൊക്കെ ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ്. പക്ഷെ അത് കേട്ടിട്ട് സൈറയ്ക്ക് യാതൊരു സന്തോഷവും ഉണ്ടായില്ല. സൈറ പറഞ്ഞു, അത് വേണ്ട, ഞാനിങ്ങനെ അടിമയായിരുന്നു കൊള്ളാം. ഇത് കേട്ട് ആഗ്നസിന് അത്ഭുതമായി. എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? അത് എൻ്റെ ദൗത്യമാണ്. ഫാബിയോളയുടെ മനസ്സ് മാറ്റുക എന്നുള്ളതാണ്. അവൾ അടിസ്ഥാനപരമായി നല്ലവളാണ്. അവളുടെ മനസ്സിലെ നന്മ വളർത്തിക്കൊണ്ടുവരികയും ആ തിന്മയെ ജയിക്കുകയും ചെയ്ത് അവളുടെ ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഇവൾ സൈറയും ക്രിസ്ത്യാനിയാണ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എൻ്റെ ദൗത്യം അതാണ് എന്ന് സൈറ പ്രഖ്യാപിച്ചു. അപ്പോൾ അവൾക്ക് വെച്ച് നീട്ടിയ ആ മോചനം അവൾ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ചും ആദിമ സമൂഹത്തിലെ ക്രിസ്ത്യാനികളുടെ ഈ നോവലിൽ ഒരുപാടുണ്ട് ഇത്തരം സ്വഭാവ സവിശേഷതകൾ. നമുക്ക് ഒരുപക്ഷെ അവിശ്വസനീയമെന്ന് തോന്നാവുന്ന
കാരണം അവിടുത്തെ റോമൻ ഭരണാധികാരികളൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ചക്രവർത്തി പണി കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്നാനഘട്ടത്തെ പറ്റിയുള്ളൊരു ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പ്രമാണിമാരെല്ലാം കൂടെ കൂടിയിരുന്ന്, എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഭരണ പടുക്കളായിട്ടുള്ള ആളുകളുമൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സാഹസമാണ്. എപ്പോഴും ചാട്ടവാർ പ്രയോഗം വേണം, എന്നാൽ മാത്രമേ അവരെന്തെങ്കിലും ഒന്ന് ചെയ്യുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനികളെ ചാട്ടക്കടിക്കേണ്ട ആവശ്യമില്ല. അവർ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യും. ഇതിൻ്റെ രഹസ്യം എന്താണ് എന്നവർ ചർച്ച ചെയ്യുന്നുണ്ട്. പറഞ്ഞു ഇവർക്ക് വലിയ മന്ത്രവാദവും ഒക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ എന്തായാലും ക്രിസ്ത്യാനികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടമാണ്. കാരണം അവർ യാതൊരു പരപ്രേരണയും കൂടാതെ സന്തോഷത്തോടു കൂടി ധാരാളം ജോലി ചെയ്യും. സാധാരണ ഒരാൾ ചെയ്യുന്നതിൻ്റെ 3-4 ഇരട്ടി ജോലി ചെയ്യും. അത് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഈ നോവലിൽ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. മറ്റുള്ളവരോടുള്ള സ്നേഹം, കഷ്ടപ്പെടുന്നവരോടുള്ള ആ സഹതാപം എല്ലാം പങ്കിടാനുള്ള, വാരിക്കൂട്ടാനല്ല, കയ്യിലുള്ളതെല്ലാം പങ്കിടാനുള്ള ഒരു താല്പര്യം. ഈ നോവലിലെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് പൻക്രേഷ്യസ്. അദ്ദേഹം പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു രക്തസാക്ഷിയാണ്, ക്രിസ്തു മതത്തിന് വേണ്ടി രക്തസാക്ഷിയായ ആളാണ്, വിശ്വാസത്തിന് വേണ്ടിയിട്ട്. ഈ പൻക്രേഷ്യസ് ചെയ്തത് തൻ്റെ സ്വത്ത് മുഴുവൻ പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ്. ഈ നോവലിലെ വളരെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് പൻക്രേഷ്യസ്. പൻക്രേഷ്യസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞാൽ സഹപാഠിയായിട്ടുള്ള കോർവിനസ് എന്നൊരാളും വരും. ഈ നോവലിലെ ഫാബിയോള കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി വരുന്ന ആളാണ് ഈ പൻക്രേഷ്യസ്. ആ പൻക്രേഷ്യസും കോർവിനസും തമ്മിലുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ ശത്രുത കോർവിനസിന് മാത്രമേ ഉള്ളൂ. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ സ്വഭാവ നൈർമല്യം കൊണ്ട് ഈ പാൻക്രേഷ്യസ് മറ്റുള്ളവരെല്ലാം എല്ലാം അസൂയ നേടിയിട്ട്, പ്രത്യേകിച്ചും കോർവിനസിനെ പോലുള്ള എല്ലാവരും പാൻക്രേഷ്യസിനെ അഭിനന്ദിക്കുന്നു. വളരെ ശാന്തശീലനായ മനുഷ്യൻ, പെട്ടെന്ന് മുൻകോപമില്ല, എല്ലാവരോടും വളരെ അതൊരു വിശുദ്ധനെ പോലെ നടക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പാൻക്രേഷ്യസിനെ ഇഷ്ടമാണ്. ഇത് കോർവിനസിൻ്റെ അസൂയ മൂലം കോർവിനസിന് ഇയാളെ ഇഷ്ടമല്ല. കോർവിനസ് ആണെങ്കിൽ അവിടുത്തെ പ്രീഫെക്റ്റ് എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ പേരാണ്. ആ പ്രീഫെക്റ്റിൻ്റെ, റോമിലെ പ്രീഫെക്റ്റിൻ്റെ മകനാണ് ഈ കോർവിനസ്. പക്ഷേ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ പ്രശംസ എപ്പോഴും കിട്ടുന്നത് പാൻക്രേഷ്യസിനാണ്. മാത്രമല്ല ഈ പാൻക്രേഷ്യസിൻ്റെയും കോർവിനസിൻ്റെയും ഗുരുവായ കാഷ്യാനസ്, അദ്ദേഹം രഹസ്യമായ ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പലപ്പോഴും ഈ പാൻക്രേഷ്യസിനെ പ്രശംസിക്കാറുണ്ട്. ഇതൊന്നും കോർവിനസിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഏത് വിധത്തിലും ഈ പാൻക്രേഷ്യസിനെ പരാജയപ്പെടുത്തണം. മാത്രമല്ല പാൻക്രേഷ്യസ് ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് കോർവിനസിന് അറിയാം. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ തന്നെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ നോവലിൽ ഉടനീളം പിന്നീട് കോർവിനസ് പാൻക്രേഷ്യസിനെ തറ പറ്റിക്കാനായിട്ട് നടത്തുന്ന തീവ്ര പരിശ്രമങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തിരിച്ച് പാൻക്രേഷ്യസിന് അങ്ങനെയൊന്നുമില്ല. ഇതിനിടയ്ക്ക് വേറൊരു കഥാപാത്രം കൂടി ഇവിടെ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ഫുൾവിയസ് എന്നു പേരായ ഒരാൾ. ഈ ഫുൾവിയസ് ഒരു വ്യാജനാമമാണ്. അയാൾ ആൻറ്റിയോക്കിൽ നിന്നും അവിടെ എത്തിപ്പെട്ടതാണ്. വളരെ ആകർഷകമായിട്ട് വസ്ത്രധാരണം ചെയ്യുകയും അങ്ങനെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയും പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം ഫുൾവിയസിനുണ്ട്. പക്ഷേ അയാൾ ഉള്ളിലെ കാപട്യമാണ്. ക്രിസ്ത്യാനികളെ വേട്ടയാടി പിടിക്കുക എന്നുള്ളതാണ് അയാളുടെ ദൗത്യം. അതുകൊണ്ട് അങ്ങനെ ക്രിസ്ത്യാനികളെ പിടിച്ചു കൊടുത്താൽ അവരുടെ സ്വത്തിലൊരു വിഹിതം ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് കിട്ടും. അപ്പോൾ അത് കൊണ്ട് പണക്കാരനാവണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു ആളാണ് ഫുൾവിയസ്. അപ്പോൾ ഫുൾവിയസിൻ്റെ നോട്ടം പ്രത്യേകിച്ച് സുന്ദരിയായ ആഗ്നസിലാണ്. ആഗ്നസിനെ വിവാഹം കഴിച്ചാൽ വലിയൊരു സ്വത്ത് തട്ടിയെടുക്കാം എന്ന് ഫുൾവിയസ് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആഗ്നസിൻ്റെയും മറ്റും കൊട്ടാരത്തിൽ നടക്കുന്ന ഒരു വിരുന്നിൽ അയാൾ സംബന്ധിക്കും. അവിടുത്തെ ഒരു പ്രമാണി എന്ന നിലയിൽ അയാൾക്ക് ക്ഷണം കിട്ടി. അപ്പോൾ ഫാബിയോളയുടെ അച്ഛനായിട്ടുള്ള ഫാബിയസ്, അദ്ദേഹം ഒരു റോമൻ പ്രഭുവാണ്, ഈ ആഗ്നസിനോട് പറയുന്നു, നിനക്ക് വിവാഹപ്രായമായില്ല. റോമിലൊക്കെ അക്കാലത്ത് 12 വയസ്സ് പെൺകുട്ടികൾക്ക് 12 വയസ്സായി വിവാഹപ്രായമായി എന്നുള്ളതാണ്. അപ്പോൾ നിനക്കൊരു കല്യാണമൊക്കെ ആലോചിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആഗ്നസ് പറഞ്ഞു, എൻ്റെ വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കും, എൻ്റെ വരനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ആ ചടങ്ങിൽ വെച്ച് ഈ ആഗ്നസും ഫുൾവിയസും തമ്മിലൊക്കെ സംസാരിക്കുന്നത്, ഫുൾവിയസിന് ആഗ്നസിനോട് ചെറിയ പ്രേമം തോന്നിയതുകൊണ്ട് വളരെ താല്പര്യമെടുത്ത് സംസാരിക്കുന്നുണ്ട്. ആഗ്നസ് ആരോടും വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഈ ഫാബിയസ് കരുതി ആഗ്നസ് ഉദ്ദേശിച്ച വരൻ ഫുൾവിയസ് ആയിരിക്കും. പക്ഷെ ആഗ്നസ് മനസ്സിൽ വിചാരിച്ചു താൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ഫുൾവിയസ് ഈ ആഗ്നസിൻ്റെ പുറകെയാണ്. ആഗ്നസിൻ്റെ സ്വത്ത് തട്ടിയെടുക്കുക എന്നുള്ളതാണ്
അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. ഈ നോവലിലെ വളരെ ശക്തനായിട്ടുള്ള മറ്റൊരു കഥാപാത്രമാണ് സെബാസ്റ്റ്യൻ. നമ്മുടെ സെബസ്ത്യാനോസ്, വിശുദ്ധനായ സെബസ്ത്യാനോസാണ്. അദ്ദേഹം റോമ ചക്രവർത്തിയുടെ അംഗരക്ഷക സൈന്യത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ്. എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറുന്ന, എല്ലാവരുടെയും ബഹുമാന ആദരങ്ങൾ പിടിച്ചു പറ്റുന്ന ഒരു പട്ടാളക്കാരനാണ്. അവിടുത്തെ അന്നത്തെ മാർപ്പാപ്പായുടെ സുരക്ഷയുടെ ചുമതലയും രഹസ്യമായി ഏറ്റെടുത്തിട്ടുണ്ട് സെബാസ്റ്റ്യൻ. പക്ഷേ ഇത് പുറമെ ആർക്കും അറിഞ്ഞൂടെ. അവിടുത്തെ ക്രൈസ്തവ സമൂഹം നമ്മളിന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ടിലാണെന്ന് പറയാം. അവർ കൂടുന്നതെല്ലാം ഈ കാറ്റാക്കോംബ് എന്ന് പറയുന്ന ഭൂഗർഭ അറകളിലാണ്. അവിടെ ചില പാസ്വേഡുകളൊക്കെ പറഞ്ഞാലേ ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. കാരണം കഠിനമായിട്ടുള്ള മതമർദ്ദനം നടക്കുന്നൊരു കാലമാണ്. ഏത് സമയത്തും ചക്രവർത്തിയിൽ നിന്നും ക്രിസ്ത്യാനികളെ വേട്ടയാടി പിടിക്കാനുള്ള ഉത്തരവ് പ്രതീക്ഷിച്ച് കഴിയുന്ന ആ സമയത്ത് ആരും തങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. സെബാസ്റ്റ്യൻ താനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളത് ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ക്രിസ്ത്യാനികളെ എല്ലാ തരത്തിലും സഹായിച്ചുകൊണ്ട്, അതേസമയം ചക്രവർത്തിയോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഈ ഇത്തരം അംഗരക്ഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം തൻ്റെ കടമ 100% സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ. അദ്ദേഹമാണ് നമ്മൾ സെബസ്ത്യാനോസ്. ഇതിനിടയിൽ ചക്രവർത്തിയുടെ ഒരു പുതിയ കൽപ്പന ഇറങ്ങിയിരിക്കണം, ഒരു എഡിക്റ്റ്. അതായത് ക്രിസ്ത്യാനികളെ വേട്ടയാടി പിടിക്കാനുള്ള, ക്രിസ്തുമത വിശ്വാസികളെ പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കുന്നവരെയൊക്കെ, കൂട്ടം കൂടുന്നവരെയൊക്കെ വേട്ടയാടി പിടിക്കാനും ശിക്ഷിക്കാനുമുള്ള ഒരു കൽപ്പന ചക്രവർത്തി ഇറക്കി. അത് നടപ്പിലാക്കാനായിട്ട് കുറേ ആളുകളെയും ചുമതലപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഒരു ചുമതലയുള്ള ഒരാളാണ് കോർവിനസ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരം കൽപ്പന കൊണ്ടൊന്ന് പതിച്ചു. പക്ഷെ പതിച്ച് ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ആ കൽപ്പന അപ്രത്യക്ഷമായി. ഇത് കോർവിനസിന് വല്ലാത്ത നാണക്കേടുണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് കാവലായിട്ട് അവിടെ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ കാവൽക്കാരൻ്റെയും കണ്ണ് വെട്ടിച്ചിട്ടാണ് ഈ കൽപ്പന അപ്രത്യക്ഷമായത്. അപ്പോൾ ചക്രവർത്തിയുടെ അപ്രീതിക്ക് കോർവിനസ് പാത്രമായി. എങ്ങനെയെങ്കിലും ഈ മോഷ്ടിച്ച ആളെ കണ്ടുപിടിക്കണം എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കോർവിനസ്. അപ്പോൾ ആ മോഷണം നടന്ന സ്ഥലത്ത് വെച്ച് ഒരു പേനക്കത്തി അയാൾ കിട്ടി. ആ പേനക്കത്തി കണ്ടപ്പോൾ അയാൾക്ക് ആളെ മനസ്സിലായി, അത് പാൻക്രേഷ്യസിൻ്റെ പേനക്കത്തിയാണ്. അപ്പോൾ കോർവിനസ് ചക്രവർത്തിയോട് പറഞ്ഞു, അത് പാൻക്രേഷ്യസ് ആണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ പാൻക്രേഷ്യസിനെ പിടിക്കാൻ ചക്രവർത്തി ഉത്തരവിട്ടു. ഈ വിവരം ചക്രവർത്തിയുടെ അംഗരക്ഷകനായ സെബാസ്റ്റ്യന് മനസ്സിലായി. സെബാസ്റ്റ്യൻ ഉടൻ തന്നെ പാൻക്രേഷ്യസിനോട് പറഞ്ഞു, ഇവിടുന്ന് പെട്ടെന്ന് നാട് കിടക്കണം, നീ കാഷ്യാനസിനെ കാണണം. മാത്രമല്ല ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം കാഷ്യാസിനെയും പിടിക്കാനായിട്ട് കൽപ്പനയുണ്ട്. അപ്പോൾ കാഷ്യാനസ് അവിടെ ഒരു സ്ഥലത്ത് ഒളിവിൽ പാർക്കുകയാണ്. നേരെ പാൻക്രേഷ്യാസ് കാഷ്യാനസിൻ്റെ അടുത്തെത്തി. ഈ സമയത്ത് പാൻക്രേഷ്യാസിനെ പിന്തുടർന്ന് കോർവിനസും അവിടെ എത്തി. കോർവിനസ് ഈ കാഷ്യാനസിൻ്റെ ശിഷ്യന്മാർ, അദ്ദേഹം വളരെ കർക്കശ ബുദ്ധിക്കാരനായിട്ടുള്ളൊരു അധ്യാപകനാണ് കാഷ്യാനസ്. കുട്ടികളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യും പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ ശിഷ്യന്മാർക്ക് ഒരു ദേഷ്യമുണ്ട് കാഷ്യാനസിനോട്. അദ്ദേഹം നല്ല ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും തൻ്റെ ജോലിയിലൊട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ, ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാത്ത അച്ചടക്കം പാലിക്കുന്ന അധ്യാപകരോട് പലപ്പോഴും കുട്ടികൾക്കുണ്ടാകുന്നത് മാതിരിയുള്ളൊരു വിരോധം അത് മുതലെടുത്തു കോർവിനസ്. അങ്ങനെ കുട്ടികൾ കാഷ്യാനസിനെ കല്ലെറിഞ്ഞ് കൊന്നു. അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഈ കോർവിനസ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു താൻ ചെയ്തത് കുറച്ച് കടന്നു പോയോ എന്നുള്ള ഒരു മനസ്താപമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു മദ്യശാലയിൽ കയറി ധാരാളം മദ്യപിച്ചിട്ടാണ് പോകുന്നത്. കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ തൊട്ടു പിന്നാലെ പാൻക്രേഷ്യാസ് ഉണ്ട്. ഈ കുതിരപ്പുറത്ത് പോയി ഇങ്ങനെ അബോധാവസ്ഥയിൽ പോയ ഈ കോർവിനസ് മറിഞ്ഞൊരു നദിയിൽ വീണു. അയാൾ മുങ്ങിച്ചാവാൻ തുടങ്ങിയപ്പോൾ പാൻക്രേഷ്യാസ് ചെന്ന് അയാളെ രക്ഷിച്ചു. അപ്പോൾ അയാൾക്ക് ബോധമൊന്നുമില്ല, ഒരു സത്രത്തിൽ കൊണ്ടുവന്നാക്കി. എന്നിട്ട് അയാളുടെ ഒരു പേനക്കത്തി മാത്രം അത് കൈ സ്റ്റഡിയിലെടുത്തിട്ട് അയാളങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ പാൻക്രേഷ്യാസിനെ തേടി നടക്കുകയാണല്ലോ നമ്മുടെ കോർവിനസ്. അപ്പോൾ തന്നെ വന്ന് രക്ഷിച്ച കാര്യമൊന്നും അയാൾ അറിയുന്നില്ല. അങ്ങനെ നിരവധി ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് പാൻക്രേഷ്യാസിനെ അയാൾ പിടികൂടി. ചക്രവർത്തിയുടെ കൽപ്പനയുണ്ടല്ലോ, വീണ്ടും പഴയ സ്ഥാനത്ത് കൽപ്പനകൾ വീണ്ടും പതിച്ചു. അങ്ങനെ പാൻക്രേഷ്യാസിനെ പിടികൂടി അയാളെ കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ്. അക്കാലത്ത് ക്രിസ്ത്യാനികളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നൊരു പ്രത്യേക രീതിയിലാണ്. കാട്ടുമൃഗങ്ങളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്.
ഇത് കാണാൻ വേണ്ടിയിട്ട് ചക്രവർത്തിയും പരിവാരങ്ങളും വന്നിരിക്കും. ഇതൊരു കലാപരിപാടിയായിട്ടാണ് നടത്തിയിരുന്നത്. ഈ പാവങ്ങളെയും വിശന്ന് പുരിഞ്ഞ കാട്ടുമൃഗങ്ങളുമായിട്ട് മല്ലടിക്കുന്നത് കണ്ട്, അങ്ങനെ മൃഗങ്ങൾക്ക് ഇരയാവുന്നത് കണ്ട് രസിക്കുന്ന അവിടുത്തെ ആംഫി തിയേറ്റർ, ഇതാണ് പരിപാടി, കലാപരിപാടിയാണ്. അങ്ങനെ ഈ പാൻക്രീഷ്യസിനെ കാട്ടുമൃഗങ്ങളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. പക്ഷേ പാൻക്രീഷ്യസ് അവിടെ നിന്നപ്പോൾ കാട്ടുമൃഗങ്ങൾ വന്നിട്ട്, വലിയ ഈ കടുവയും പുലിയും ഒക്കെ വന്നിട്ട് ഇയാളുടെ ചുറ്റും ഒരു വലയം തീർത്തതുപോലെ, ആ വലയത്തിനുള്ളിലേക്ക് കടക്കാൻ മടിക്കുന്നത് പോലെ പാൻക്രീഷ്യസിന് ചുറ്റും വലം വെച്ചിട്ട് അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു കാട്ടുപോത്തിനെ അങ്ങോട്ട് വിട്ടു. ഈ കാട്ടുപോത്തും ഇതുവരെ കുത്താനായിട്ട് ഓടി വന്നിട്ട് പെട്ടെന്ന് മടങ്ങിപ്പോകും. ഇതുവരെ അത്ഭുതകരമായിട്ട് തോന്നി. ഉടനെ ചക്രവർത്തി പറഞ്ഞു, അവയെ പ്രകോപിപ്പിക്കുക, അല്ലെ നിന്നെ ക്രൂരമായിട്ട് കൊല്ലും. എന്ത് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാട്ടുമൃഗങ്ങൾ അടുക്കുന്നില്ല. അപ്പോൾ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ഇവൻ്റെ കഴുത്തിലതാ ഒരു മന്ത്രച്ചരടുണ്ട്, അതാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. അതഴിച്ചു കളയാൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു. ഉടനെ പാൻക്രീഷ്യസ് പറഞ്ഞു, അതിൻ്റെ അകത്ത് മന്ത്രമൊന്നുമില്ല, എൻ്റെ അച്ഛൻ്റെ തിരിശേഷിപ്പാണ്, ക്രിസ്തുവിന് വേണ്ടി മരിച്ച എൻ്റെ അച്ഛൻ്റെ തിരിശേഷിപ്പാണ് ഇതിലുള്ളത്. പക്ഷേ ചക്രവർത്തിയുടെ നിയോഗപ്രകാരം അത് അയാൾ അഴിച്ചു കളഞ്ഞു. പിന്നെ കാട്ടുമൃഗങ്ങൾ ഇയാളുടെ മേൽ ചാടി വീഴുകയും അങ്ങനെ പാൻക്രീഷ്യസിനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ ഫുൾവിയസ് ഈ ക്രിസ്ത്യാനികളുടെ രഹസ്യം ചോർത്താനായിട്ട് നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ്. ചക്രവർത്തിക്ക് ഇയാളോട് വലിയ അതൃപ്തി തോന്നി. ഫുൾവിയസിനെ നാട് കടത്താനായിട്ട് തീരുമാനിച്ചു. കാരണം ഇയാളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ ഫുൾവിയസ് അപ്പോൾ ഒരു രഹസ്യം വെളിവാക്കി. അതായത് രാജാവിൻ്റെ, ചക്രവർത്തിയുടെ അംഗരക്ഷകനായ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സെബാസ്റ്റ്യൻ ഒരു ക്രിസ്ത്യാനിയാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോയി ചക്രവർത്തി. സെബാസ്റ്റ്യനോട് ചോദിച്ചു, ആണോ നീ ക്രിസ്ത്യാനി? സെബാസ്റ്റ്യൻ പറഞ്ഞു, അതെ. ചക്രവർത്തിക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. സെബാസ്റ്റ്യനെ അമ്പെയ്ത് കൊല്ലാനായിട്ട് കൽപ്പനയായി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് വേറെ ചില അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ട്. ഫാബിയോളയിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ പറ്റാൻ വേണ്ടി ഫാബിയോളയ്ക്ക് സെബാസ്റ്റ്യനോട് വല്ലാത്തൊരു ആരാധനയുണ്ട് എന്ന് അറിയാവുന്ന ഒരു അടിമ, ആഫ്ര എന്നൊരു അടിമ ചെന്ന് ഫാബിയോളയോട് പറഞ്ഞു, സെബാസ്റ്റ്യനെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയുണ്ട്. ഈ അമ്പെയ്ത്ത് വിദഗ്ധര, അതായത് പെട്ടെന്ന് കൊല്ലാതിരിക്കാനുള്ള, അതായത് പീഡിപ്പിച്ച് കൊല്ലുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. നേരെ തലക്കെട്ടോ ഹൃദയത്തിനോ ഒരു അമ്പയച്ചാൽ ആൾ മരിക്കും. അങ്ങനെ കൊല്ലാൻ പാടില്ല. ശരീരത്തിൻ്റെ പല ഭാഗത്ത് അമ്പെയ്ത് കൊല്ലണം എന്നുള്ളതാണ് വിധി. അപ്പോൾ അമ്പെയ്ത്ത് വിദഗ്ധരായ ആളുകളെ കൈക്കൂലി കൊടുത്ത് ഈ ആഫ്ര എന്ന് പറയുന്ന ഈ അടിമ പെണ്ണ് സെബാസ്റ്റ്യനെ ഈ കൊല്ലാൻ ഏർപ്പാട് ചെയ്തവർ. അങ്ങനെ സെബാസ്റ്റ്യൻ മരിച്ചു എന്ന് തോന്നിച്ചെങ്കിലും അദ്ദേഹം മരിച്ചില്ല. വീണ്ടും അദ്ദേഹത്തെ ഇവർ രഹസ്യമായി കടത്തിക്കൊണ്ടുപോവുകയും ശുശ്രൂഷിച്ച് പഴയപടിയാക്കുകയും ചെയ്തു. ഫാബിയോള സെബാസ്റ്റ്യൻ്റെ കുറ്റം പൊറുക്കണമെന്ന് ചക്രവർത്തിയോട് അപേക്ഷിക്കാൻ ചെന്നപ്പോൾ കണ്ടുമുട്ടുന്ന നേരെ മുമ്പിൽ സെബാസ്റ്റ്യൻ നിൽക്കുന്നു. ചക്രവർത്തിയും സെബാസ്റ്റ്യനും പരസ്പരം കണ്ടു. ചക്രവർത്തിക്ക് ദേഷ്യം വന്നു. കാരണം ഒരിക്കൽ കൊന്നവനാണ് ഇവൻ. വീണ്ടും അപ്പം സെബാസ്റ്റ്യൻ ചക്രവർത്തിയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് സെബാസ്റ്റ്യൻ ചക്രവർത്തിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു. ചക്രവർത്തിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് ഗത കൊണ്ടടിച്ചു കൊല്ലാൻ, സെബാസ്റ്റ്യനെ ഗത കൊണ്ടടിച്ചു കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ കൊലയാളികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ 2 തവണ രക്തസാക്ഷിത്വം വരിക്കാൻ ഇടയായ ആളാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. അപ്പോൾ താൻ വിചാരിച്ചതുപോലെ പണം സമ്പാദിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ഫുൾവിയസ്, മാത്രമല്ല അയാൾ അതിൻ്റെ ഇടയിൽ ചക്രവർത്തിയുടെ അപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. ചക്രവർത്തി അയാളെ നാട് കടത്താനായിട്ട് ഉത്തരവിട്ടിരുന്നു. കണ്ടുപോരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മുമ്പിൽ. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് അയാൾ ഫാബിയോളയെ കണ്ട് കുറച്ച് പണം അടിച്ചു മാറ്റാനുള്ള ചില തന്ത്രമായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഫാബിയോളയുമായി പറഞ്ഞ് തർക്കിച്ചു. അവസാനം ഇയാൾ കത്തിയെടുത്ത് ഫാബിയോളയെ കുത്താനായിട്ട് ചാടിയപ്പോൾ പെട്ടെന്ന് ചാടി വീണത് ഈ സിറ എന്നു പേരായ ആ അടിമ പെണ്ണാണ്. കുത്തേറ്റത് അവൾക്കാണ്. അവൾ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു, ഈ ഫുൾവിയസിനോട് പറഞ്ഞു, എന്നെ കൊല്ലരുത്, ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്. ഫുൾവിയസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതാണ് ഒരു വലിയൊരു കഥ. ആൻറ്റിയോക്കിലെ ഒരു വലിയ ധനികൻ്റെ മക്കളായിരുന്നു സിറയും ഈ ഫുൾവിയസും. അദ്ദേഹം ധൂർത്തടിച്ച് സ്വത്തെല്ലാം കളഞ്ഞു. അപ്പോൾ ഇവളുടെ അമ്മയും ഈ സിറയും ക്രിസ്ത്യാനികളായതാണ്. ഫുൾവിയസ് ക്രിസ്ത്യാനികളെ വെറുക്കുന്ന ആളുമാണ്. അപ്പോൾ അമ്മ തങ്ങളുടെ സ്വത്തെല്ലാം ഈ സിറയുടെ പേരിലാണ് എഴുതി വച്ചിരുന്നത്. പക്ഷേ ഈ ധൂർത്തനായിട്ടുള്ള അച്ഛനും അയാളുടെ അവകാശിയായി തീർന്ന മകൻ വന്നപ്പോഴേക്കും സ്വത്തൊന്നും ബാക്കിയില്ല. അയാൾ ഈ സഹോദരിയെ ഭീഷണിപ്പെടുത്തിയ ഒരു പ്രത്യേക രീതിയിലാണ്. ക്രിസ്ത്യാനിയായ ആളുകൾക്ക് അക്കാലത്ത് ഏറ്റവും വിലപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അക്കാലത്ത് വിശുദ്ധ കുർബാന വളരെ ഭദ്രമായിട്ടും ഗോപ്യമായിട്ടുമാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഈ
സിറ എന്ന് പറഞ്ഞാൽ മിറിയം എന്നാണ് അവളുടെ ശരിക്കുള്ള പേര്, നേരത്തെ പറഞ്ഞുവല്ലോ. അവർ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ കുർബാന ഇവർ മോഷ്ടിച്ചു. ഇത് പറഞ്ഞു, ഇത് ഞങ്ങൾ നശിപ്പിക്കും, അല്ലെങ്കിൽ നിൻ്റെ സ്വത്ത് മുഴുവൻ എനിക്ക് എഴുതി തരണം. അങ്ങനെ തൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്ത വിശുദ്ധ കുർബാനയെ രക്ഷിക്കാൻ വേണ്ടി, അതിൻ്റെ ദൂഷണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ആണ് സിറ ദരിദ്രയായത്. മാത്രമല്ല, അവളെ ജെറുസലേമിലേക്ക് എന്നെ കയറ്റി വിടണമെന്ന് പറഞ്ഞു. അവിടെ ഒരു കോൺവെൻറ്റിൽ പോയി ജീവിക്കാനാണ് അവൾ തീരുമാനിച്ചത്. ആ യാത്രക്കിടയിൽ കപ്പൽ ഛേദമുണ്ടായിട്ട് അടിമക്കച്ചവടക്കാരുടെ കയ്യിൽപ്പെട്ടാണ് സിറ ഇവിടെ എത്തിയത്. അപ്പോൾ ഈ കഥയൊക്കെ ഫുൾവിയസിന് ഓർമ്മ വന്നു. അപ്പോൾ അയാൾക്ക് ആദ്യം ഇവളെ കണ്ടപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടതാണല്ലോ. ഫുൾവിയസ് അവിടം വിട്ടുപോയി. സിറ ഈ രോഗബാധിതയായിട്ട് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവങ്ങൾ ഫാബിയോളയുടെ മനസ്സിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. രണ്ട് തവണയായിട്ടാണ് സിറ ഫാബിയോളയെ രക്ഷിക്കുന്നത്. ഒന്ന് ഇപ്പോൾ ഈ മരണത്തിൽ നിന്ന്, ശാരീരികമായ മരണത്തിൽ നിന്ന്, മറ്റത് ആത്മീയമായ മരണത്തിൽ നിന്ന്. കാരണം സിറയുടെ മരണത്തോടുകൂടി ഫാബിയോള ക്രിസ്ത്യാനിയായി തീരുകയാണ്. ക്രിസ്തു മതത്തിന് വേണ്ടി തൻ്റെ ധനം മുഴുവൻ മാറ്റിവെക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഫുൾവിയസ് പോലും മാനസാന്തരം വന്ന്, തൻ്റെ തെറ്റുകളിൽ അനുതപിച്ച് ഫുൾവിയസ് പോലും മാനസാന്തരം വന്നതായിട്ടാണ് ഈ നോവൽ അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഇരുണ്ട ഒരു കാലത്തിലൂടെ കടന്നുപോയി, ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും സഹനത്തിൻ്റെയും വലിയൊരു ഇരുണ്ട കാലത്തിലൂടെ യേശുവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട്, ആ സഹോദര സ്നേഹം കൊണ്ട്, സാഹോദര്യം കൊണ്ട്, ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യൻ്റെ സാഹോദര്യവും, ഇത് രണ്ടും ഈ രണ്ട് അടിസ്ഥാന ക്രിസ്തുമതത്തിൻ്റെ ഈ അടിസ്ഥാന തത്വങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ഒരു സമൂഹം എല്ലാ ദുരിതങ്ങളെയും നേരിട്ട കഥയാണ്. AD 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് നടന്ന ഈ കഥ കാർഡിനൽ നിക്കോളാസ് വൈസ്മാൻ അവതരിപ്പിക്കുന്നത്. ക്രിസ്തുദർശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു കൃതിയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.